നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. MLA സ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന സൂചന നൽകി PV അൻവർ. നിലമ്പൂരിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് രാജിവെക്കുമെന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇടത് MLA നടത്തിയത്. മന്ത്രി ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതിനിടയിലാണ് അത്തരമൊരു സാധ്യതയുടെ സൂചനകൾ അൻവർ നൽകിയത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇനി സഭയിൽ സംസാരിക്കാൻ സാധിക്കുമോ എന്നതിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്നായിരുന്നു പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാചകങ്ങളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇപ്പോൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊന്നും കാര്യമായ പണിയില്ല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്നതാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മന്ത്രി ഇവിടെ ഉള്ളപ്പോൾ പറയുകയാണ്. മലയോര ഹൈവേക്കായി 5 സെന്റുള്ളവരും അതിൽ കുറവുള്ളവരുമടക്കം എല്ലാവരും ഭൂമി വിട്ടുതന്നു. പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ തന്നു. ഈ ഇരിക്കുന്ന മന്ത്രിയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും 1 ഇഞ്ച് വിട്ടുതന്നില്ല. മന്ത്രി പലതവണ ഇടപെട്ടിട്ടും എന്ത് കാര്യമുണ്ടായി? എന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഡിസ്മിസ് ചെയ്തു പോയി പണി നോക്കാൻ പറയും. ജനകീയമായ ഇടപെടൽ ഈ വകുപ്പിലില്ല. ജനങ്ങളും ജനപ്രതിനിധികളും ജനാധിപത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളെ പേടിയില്ല. എവിടേക്കാണ് കേരളത്തെ ഇവർ കൊണ്ടുപോകുന്നതെന്നും അൻവർ ചോദിച്ചു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അംഗങ്ങൾ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ മന്ത്രി ബാധ്യസ്ഥനാണ്. ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എന്നാണ് അതിന് മന്ത്രി മറുപടി നൽകിയത്. വനമുള്ളിടത്തൊക്കെ ഒരു മനുഷ്യ മന്ത്രി കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വരികയാണ്. ശേഷിക്കുന്ന 1.5 വർഷം മന്ത്രി ശശീന്ദ്രൻ വന്യജീവി വകുപ്പ് തൽക്കാലം മാറ്റിവെച്ച് 1.5 വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കണമെന്നും അൻവർ പരിഹസിച്ചിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം. പക്ഷേ മനുഷ്യരും കൂടെ വേണം. ഓസ്ട്രേലിയയിൽ കങ്കാരുക്കളെ കൊല്ലാൻ തോക്ക് നൽകി ലോകരാജ്യങ്ങൾ വരെ കാലത്തിനനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു കഴിഞ്ഞെന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലുള്ള കടുത്ത വാക്പ്രയോഗങ്ങൾക്ക് പിന്നാലെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും തട്ടിക്കയറി. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഉദ്യോഗസ്ഥനോട് ചൂടായത്. പരിപാടി നടക്കുന്നതിനിടയിൽ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന MLA ബോർഡ് വെച്ച വാഹനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് മാറ്റിയിടിച്ചത് 3 തവണയാണ്. വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പരിപാടിക്ക് എത്തുന്നിടത്തെല്ലാം MLA ഇനി വാഹനം തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം എന്നാണോ? ഉദ്യോഗസ്ഥൻ പ്രമാണിത്വം കയ്യിൽ വെച്ചാൽ മതി. രോഷാകുലനായി PV അൻവർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: വരും ദിവസങ്ങളിൽ MLA സ്ഥാനവും ഒഴിയുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അറിയും വരെ നന്ദി, നമസ്കാരം.